അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഒരു പരിപാടിയും അങ്ങനെ പ്ലാൻ ഇല്ലാതെ എപ്പോഴും വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് എന്ന് എൻ്റെ വ്യൂവേഴ്സിന് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു ഫുഡ് ഓൺ വീൽസ് എന്ന് പറയുന്ന ഒരു പേജുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തപ്പോൾ അവർ ഒരുപാട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും അവർക്ക് ഫുഡ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. അത് ഇന്ത്യയിൽ തന്നെ നോർത്തിലാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെയും കൂടെ നമ്മുടെ കൂടെ കൂട്ടണം എന്നുള്ള രീതിയിൽ അത് മാത്രമായിരുന്നു എൻ്റെ ഒരു പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നത്. ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഉദ്യമത്തിൽ പറ്റുന്നവരൊക്കെ പങ്കാളികളാവണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് കേട്ടോ. നമ്മളുടെ സന്തോഷ ദിവസങ്ങളിൽ അവരെയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തുക. അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനും ഭക്ഷണത്തിനും ഒക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. ഫുഡ് ഓൺ വീൽസ് എന്നാണ് ആ പേജിൻ്റെ പേര്. അവരുടെ ഒരു കോൺടാക്ട് നമ്പറും കൂടെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അവരെ ഉൾപ്പെടുത്തുവാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഉൾപ്പെടുത്തുക. അപ്പോൾ അത് മാത്രമായിരുന്നു എൻ്റെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നത്. പിന്നെയാണ് വളരെ പെട്ടെന്ന് ഞങ്ങൾ കുഞ്ഞൊരു ആഘോഷത്തിലേക്ക് പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഏറ്റവും അടുത്ത കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇന്നലെയാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ദൂരെയുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സിനൊന്നും വരാൻ പറ്റിയിട്ടില്ല. കുറച്ച് പേരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. എന്നാലും വരാൻ പറ്റുന്ന ആൾക്കാർ മാത്രമാണ് ഇന്നിവിടെ അസംബിൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു കുഞ്ഞാഘോഷമാണ്. അതിൽ അബാദങ്ങ് വാ, ഓടി വാ. ഇവനൊക്കെ സ്ഥിരം നമ്മുടെ വീഡിയോയിലുള്ളത് കൊണ്ട് അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാലും എൻ്റെ എന്താടാ നീ എൻ്റെ അനിയനാണ്. വളരെ കുഞ്ഞിലേ മുതലുള്ള എൻ്റെ സുഹൃത്താണ്. അതിനേക്കാൾ ഉപരി എൻ്റെ കൊറിയോഗ്രാഫറാണ്. പിന്നെ എന്താടാ നീ എൻ്റെ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ഇമോഷണൽ അങ്ങനെ എല്ലാമായിട്ടുള്ള അങ്ങനെ തന്നെ മക്കളെ, അങ്ങനെ തന്നെ. അതെ. അപ്പോൾ അങ്ങനെ അബാദ് വന്നിട്ടുണ്ട്. ഇന്ന് വേറെ പരിപാടിയൊന്നും ഏൽക്കരുതെന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞതുകൊണ്ട് അവൻ വേറെ ഒരു ഷൂട്ട് ഏറ്റിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ അവനെ വിടില്ല. ഒരു ഡാൻസ് കളിക്കാതെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഓക്കെ. നിനക്ക് ഈ അവസരത്തിൽ എന്താ പറയാനുള്ളത്? 6 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. എന്താ നിനക്ക് പറയാനുള്ളത്? ഹാപ്പി മാരീഡ് ലൈഫ്. അങ്ങനെയല്ല, ഇത് ഇവരുടെ ഒരു ചേച്ചി ഒരു ഫാമിലിയാണ്. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. എല്ലാ സന്തോഷങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റാന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ്. ഇതുപോലെ ഇനി എല്ലാ വർഷവും ഇതുപോലെ വലിയ 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 ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടികൾ നമുക്ക് നടത്താൻ പറ്റണം. അല്ല, ഗ്രാൻഡ് ആണെങ്കിൽ നമ്മൾ എല്ലാവരും കൂടുമ്പോൾ അത് ഗ്രാൻഡ് ആവുമല്ലോ. അപ്പോൾ അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യവും ഒക്കെ എല്ലാവർക്കും എപ്പോഴും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് കുറച്ച് ആഘോഷമൊക്കെ കാണാം കേട്ടോ. വഴിയെ നമുക്ക് ഓരോരുത്തർ. ഈ അവസരത്തിൽ ഏട്ടൻ എന്താ പറയാനുള്ളത്? അയ്യോ, അത് പറയൂ. അവർക്കറിയാം എന്ത് അല്ലേ? അല്ല, നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിച്ച് ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഏട്ടാ? അതെ. അങ്ങനെ ഒന്നിലും ഞങ്ങൾ തളരില്ല. ഇനിയും മുന്നോട്ട് പറ അങ്ങോട്ട്. ജയ് ഹനുമാൻ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേദാറിനെ കാണിക്കണമെന്നുണ്ട്, പക്ഷെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് കാണാം അല്ലേ? അതെ, ബാക്ക്ഗ്രൗണ്ടിൽ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ആഘോഷമൊക്കെ കണ്ടിട്ട് വഴിയെ ഓരോരുത്തരെ കാണാം. ഓക്കെ. നിങ്ങൾ എവിടെയാണ് വഴിതെറ്റി പോയത്? നമ്മൾ മാത്രം അല്ല, വേറെ ആൾക്കാർ ഫുഡ് കഴിക്കാൻ ചിലപ്പോൾ വരും. ഒരുങ്ങി ഇറങ്ങിയിരിക്കും. ഇതെന്താ? അപ്പോൾ ഇതുപോലൊരു 6 വർഷം മുമ്പാണ് സ്നേഹ ചേച്ചിയും ശ്രീയേട്ടനും വിവാഹിതരായത്. അത് ഉച്ചക്കത്തെ സദ്യ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ എന്തായാലും ഇവർ പ്രായമായി, ഞങ്ങളിപ്പോഴും യങ്ങാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇവർക്ക് എന്തായാലും ഈശ്വരൻ സഹായിച്ച ആദ്യത്തെ കൊച്ചായ ഓസ്കാറും രണ്ടാമത്തെ കുട്ടിയായി നമ്മുടെ കേദാറും ഉണ്ടായി.
അപ്പോൾ ഒരു കംപ്ലീറ്റ് ഫാമിലിയായി, നമ്മുടെ ഒരു മോഡൽ ഫാമിലി എന്നൊക്കെ പറയാം. ഇണക്കവും പിണക്കവും വഴക്കും സ്നേഹവും അടിയും എല്ലാം ഒതുങ്ങിയ ഒരു കംപ്ലീറ്റ് ഫാമിലി പാക്കേജാണ്. ഇവരൊക്കെ കാണുമ്പോഴാണ് നമുക്ക് കല്യാണം കഴിക്കാൻ തോന്നുക. അപ്പോൾ അത് വീണ്ടും ഓർമ്മിപ്പിച്ചതിന് ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും ശ്രീയേട്ട, സ്നേഹിച്ചി, വിഷ് യു എ ഹാപ്പി സക്സസ്ഫുൾ ഇയേഴ്സ്. എത്ര അല്ലല്ല അതല്ല കവി ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് ആർക്കും മനസ്സിലായി. എത്ര ഓക്കെ 100 ഇയേഴ്സ് ഇരിക്കട്ടെ. ഈ ജനറേഷൻ മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ഏത് ജന്മത്തിലും നിങ്ങൾ രണ്ടുപേരും ആയിരിക്കും പേഴ്സ് ഫോർ ഈച്ച് അതർ. കാരണം ശ്രീയേട്ടനെ മാനേജ് ചെയ്യാൻ സ്നേഹചേച്ചിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. സ്നേഹചേച്ചിനെ സ്നേഹിക്കാൻ ശ്രീയേട്ടന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടുപേരെ ചേരും. അപ്പോൾ ഇതുപോലത്തെ കപ്പിൾസ് ഇനി വരാൻ പോകുന്ന ജനറേഷൻസ് ഒക്കെ മനസ്സിലാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാനൊരു ജനറേഷനിലും പെട്ടതല്ല, ഞാൻ ഈ ലോകത്തിലേ ഉള്ളതല്ല. ഓക്കെ കേക്കട്ടെ, വരും. കേക്കട്ടെ. നമ്മുടെ സ്നേഹയുടെയും ശ്രീകുമാറിൻ്റെയും 6ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അവരുടെ വിവാഹ വാർഷികം നമ്മളെല്ലാവരും വിളിച്ചു ചേർത്ത് അവരുടെ കുടുംബത്തെയും അടുത്ത സുഹൃത്തുക്കളെയും വിളിച്ചു ചേർത്ത് ആഘോഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അവർക്കൊരു ആശംസകൾ നേരാം. അപ്പോൾ കൈയടിച്ചേനെ, ഞങ്ങൾ കൈയടിച്ചേനെ, പാട്ടൊന്നുമില്ല, പകരം കൈയടിക്കാം. കത്തിയാനും കൊടുത്തോ, പ്രശ്നം സോൾവ്. അതിപ്പോ എല്ലാം പറ്റും. ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. ഹാപ്പി ബർത്ത്ഡേ. കട്ട് ചെയ്തു ചേച്ചി കട്ട് ചെയ്തു. അല്ലേ പാറു ഇവിടെ ഒന്ന് കട്ട് ചെയ്യണം. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് സ്നേഹയും ശ്രീകുമാറും. 100 വർഷം കൂടി രണ്ടുപേരും ഇതേപോലെ ചെയ്യും. അത് കേട്ടപ്പോ ശ്രീക്കൊരു നെഞ്ചുവേദന ഉണ്ടായി. എന്നാലും ശ്രീ ഒരു 100 വർഷം കിടക്കുന്ന പ്രശ്നമൊന്നുമില്ല. എന്തായാലും രണ്ടുപേരും ഈ സന്തോഷത്തോടു കൂടി തന്നെ വർഷങ്ങളോളം ജീവിക്കട്ടെ. ലവ് യു. എന്തൊക്കെയാ എനിക്ക് അങ്ങനെ ശരിക്കും ഞാൻ അവിടെ ഉള്ള ആളടുത്ത് ഞാനൊരു കേക്ക് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഡെലിവറി ആയോ എന്ന് ചോദിക്കാം. ഞാൻ അവിടെ പോയി ചോദിച്ചു, അപ്പൊ അവർ പറഞ്ഞു ഇല്ല ഇവിടെ കേക്ക്. എൻ്റെ പരിപാടി തന്നെ സെക്യൂരിറ്റിൻ്റെ അടുത്ത് കൊടുക്കുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതായിരുന്നു പരിപാടി. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. 6ാം വിവാഹ വാർഷികം അല്ലേ? അതെ അതെ അറിയാം. അല്ല 6ാം വിവാഹ വാർഷികല്ലേ? നിങ്ങൾക്ക് ഓർമ്മ? ഇന്നലെ ഞാൻ പോയിട്ട് പറഞ്ഞു 12 മണിയായപ്പോ ഞാൻ പറഞ്ഞേ ശ്രീ എന്നോട് പറ, ശ്രീ എന്ത് പറയാ, എന്നോട് പറ ഹാപ്പി ബർത്ത്ഡേ എന്ന്. അപ്പൊ ഞാൻ പറയാം എന്റെ ഹാപ്പി ബർത്ത്ഡേ എന്നാണ്. താങ്ക് യു. മധുരത്തിൻ്റെ ഒരു സന്തോഷം കൂടി. അതെ ആയിക്കോട്ടെ. അതെ ഞങ്ങൾ ഇത്ര എക്സൈറ്റഡ് ആവാൻ കാര്യം എന്താ വെച്ചാൽ മൂപ്പര് കോഴിക്കോട് നിന്നാണ്. അപ്പൊ പുള്ളി വരും എന്നുള്ളത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞു ഒരു കേക്ക് കൊടുത്തു വിടും എന്ന് പറഞ്ഞു. പക്ഷെ ആള് നേരിട്ട് വന്നപ്പോ ഞെട്ടി. ഞാൻ എപ്പോഴും ഞെട്ടിച്ചോണ്ടിരിക്കും. മായാവി. അൽഹംദുലില്ലാ അവിടെ എഡിറ്റ് ചെയ്തേക്ക് അപ്പുറത്ത്. അൽഹംദുലില്ലാ പറയാം, ഈ സമയത്ത് പറയാം. ഈ സമയത്ത് ഉപയോഗിക്കാം. കറക്റ്റ് പ്രയോഗമാണ്, ഉപയോഗിക്കാൻ പറ്റും.
അമ്പലപ്പുഴ ഒന്ന് പാടിയേ. ആ മതി, നല്ല പാട്ടായിരുന്നു. ഗുഡ് ബൈ, സൂപ്പർ ആയിരുന്നു. മതിയാ? ആ ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളുടെ സ്ഥിരം മേക്കപ്പ് ടീം. അയ്യോ പറയാ എന്തെങ്കിലും. എന്നാലും എന്തെങ്കിലും ആയെന്ന് പറയരുത്. എന്തെന്നാ പറയേണ്ടത്? മേക്കപ്പ് ബൈ അനിൽ എന്ന് പറയണം. അതാണ് കേട്ടോ ഇൻസ്റ്റഗ്രാമിലെ പേര്. എല്ലാവരും ആയെന്ന് പറയണോണ്ട് തിരിച്ചറിയുന്നില്ല എന്നൊരു പരാതി ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? ആ ഓക്കെ. അപ്പൊ എല്ലാവരും നോക്കണേ. മേക്കപ്പ് ബൈ തപ്പും പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയാലല്ല എന്റെ പേജ് ആയാന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കും, കിട്ടൂല കേട്ടോ. മേക്കപ്പ് ബൈ നോക്കണം കേട്ടോ. ഇനി പ്രശസ്ത ഫുഡ് ബ്ലോഗർ കിരൺ, പറയടാ നീ. എന്താണ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ആനിസെറ്റ്. അതെ, ഞങ്ങളുടെ അവസാന നിമിഷ പ്ലാനിങ് ആയിരിക്കും എല്ലാ സമയത്തും. അപ്പോൾ ശരിക്കും ഇവര് ആണ് സ്ഥിരം ഓടുന്നത്. ഇന്ന് കേക്കിന് വേണ്ടിയാണ് കിരൺ വളരെ വെറൈറ്റി ആയിട്ട് ഓടിയിട്ടുള്ളത്. പിന്നെ ഇന്ന് വെറൈറ്റിക്ക് ഓടിയിരിക്കുന്നത് ശ്രീയുടെ ഷർട്ടിന് വേണ്ടിയിട്ടാണ്. പിന്നെ ചേച്ചി പറയൂ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ. വെഡിങ് ആനിവേഴ്സറി ഒക്കെ അല്ലേ? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അയ്യോ പാവം. രാവിലെ വിഷയമില്ലേ? അതെ അതെ. പിന്നെ സുന്ദരിയൊക്കെ ആക്കി സാരിയെ പിടിപ്പിച്ച്. അതെ, എന്നെ സാരി ഉടുപ്പിച്ച് മുടിയൊക്കെ കെട്ടുന്നത് ഈ ചേച്ചിയാണ് കേട്ടോ. പിന്നെ ചേച്ചിനെ കണ്ടിട്ട് മടുത്തുണ്ടാവും ആൾക്കാർക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആൾക്കാർ. ഇനിയുള്ള ഓരോ ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതാ നമ്മുടെ ആഘോഷങ്ങളുടെ ഇടയിൽ ഇതെൻ്റെ ചേട്ടനാണ് കേട്ടോ. ഭയങ്കര ഉത്തരവാദി. അയ്യോ എന്തൊരു മിടുക്കനായിട്ട് നിൽക്കുന്നു. ഇത്ര മിടുക്കൊന്നും വേണ്ട, ഡീസൻ്റ് ആയിട്ട് നിൽക്കണം. അപ്പോൾ ഇത് ചേട്ടനാണ്, ഇത് ചേച്ചിയാണ്. ചേച്ചിയുടെ ഒരു മോള് കാനഡയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവള് പ്രത്യേകം ക്ഷണിച്ചാലേ വരുള്ളൂ. എന്നാലും നമുക്ക് ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ എന്ത് പറയുന്നു ചേട്ടാ? ഞങ്ങൾ 6 വർഷമായിട്ട് ഇന്നലെ കഴിഞ്ഞ മാതിരിയാണ് ഓർക്കുന്നത്. കല്യാണം കഴിഞ്ഞ ദിവസം പൂർണ്ണത്രേശൻ്റെ അമ്പലത്തിലെ ബഹളവും കാര്യങ്ങളൊക്കെ ഇന്നലെ കഴിഞ്ഞ മാതിരിയാണ് ഓർക്കുന്നു. എന്തായാലും ഇനിയും ഒരുപാട് ജീവിതം മുന്നോട്ട് പോകാനുണ്ട്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ഇതെല്ലാം കഴിഞ്ഞ് വന്നവരാണ് നമ്മളെല്ലാവരും. എന്നാലും ഇനിയുള്ള ജീവിതം പൂർണ്ണമായും നല്ല രീതിയിലാവട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കല്യാണം നടത്തിപ്പിന്റെ മെയിൻ ആളാണ് കേട്ടോ ഇത്. പുള്ളിയായിരുന്നു മേസ്തരി കല്യാണം നടത്തിപ്പിന്റെ. അല്ലേ ചേച്ചി? ആ ഇനി ചേച്ചി എന്താ പറയണ്ടത്? നമ്മൾ പാർട്ട്നേഴ്സ് ഇൻ ക്രൈം. അതെ, ഒന്നും പറയാനില്ല. കാര്യം എന്താ വെച്ചാല് നമ്മുടെ യാത്രകൾ ഒരുമിച്ചാണ്, നമ്മുടെ പ്രശ്നം പരിഹരിക്കൽ ഒരുമിച്ചാണ്, ഞങ്ങളുടെ സ്നേഹം ഒരുമിച്ചാണ്, ഞങ്ങളുടെ സർപ്രൈസ് ഒരുമിച്ചാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളെ 6 വർഷം മുന്തിക്കൊണ്ട് പോയതിൻ്റെ മെയിൻ ഒരാളാണ് ഈ നിൽക്കുന്നത്. നമുക്ക് ചില ആശങ്കകളൊക്കെ വരുമ്പോൾ നമുക്ക് തുറന്ന് സംസാരിക്കാൻ ആരെങ്കിലും വേണമല്ലോ. അങ്ങനെ എനിക്ക് കിട്ടി. ഇതെൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മകനാണ്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു കാർന്നോരാണ് ഈ നിൽക്കുന്നത്. ജുബ്ബയൊക്കെ ഇട്ടിട്ട് ഹരിച്ചേട്ടൻ. ഓ ഹരിസാർ, പേര് പറയണീന്ന്. ഹരിസാർ ഇത് ടീച്ചറാണ് കേട്ടോ, രജൻ ചേച്ചി. ഇനി കാനഡയിൽ നിന്ന് വന്ന മകളെ ഞാൻ വിളിക്കാം. പാടി ഇവിടെ. ഹലോ, നീ ഇനി പറഞ്ഞു. നിനക്ക് ഞാൻ പ്രത്യേകം മയക്കുതരാം. അതാണ് 6 കൊല്ലത്തെ കുടുംബ ജീവിതവും 2 കൊല്ലത്തെ ഒരു ട്രോഫിയും. അതെ, അതവിടെ ഇരിക്കട്ടെ. അപ്പൊ അത് നല്ല ഹാപ്പി ആയിട്ട് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റട്ടെ. വഴക്കുകളും സന്തോഷങ്ങളും ആഘോഷങ്ങളും എപ്പോഴും ഇതുപോലെ ആഘോഷിക്കാൻ പറ്റട്ടെ. താങ്ക് യു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആഘോഷങ്ങളിലേക്ക് പോകാം. അപ്പം ഞങ്ങളുടെ കൊച്ചാഘോഷം ഇവിടെ തീരാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പം കുറച്ച് ഒരു ചെറിയ പാട്ടും പരിപാടിയൊക്കെ ഉണ്ടാവും. എന്നാലും അതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല. കുറച്ച് കാര്യങ്ങൾ നമുക്ക് അങ്ങനെയും ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.